സിനിമാ ചിത്രീകരണത്തിനിടെ മോശമായി പെരുമാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന്റെ നിലപാട് നിലവിൽ എന്താണ്? ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിൽ ഒന്നും വേണ്ട. പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിലാണ് നടൻ ജയസൂര്യക്കെതിരെ കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് IPC 354, 354A, 509 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇനി എന്നാ ചെയ്യും കർത്താവേ? ജയസൂര്യ ന്യൂയോർക്കിലാണ് ഉള്ളത്. അവിടെ തന്നെ കുറച്ച് ദിവസം കൂടി തുടരുമെന്നുള്ളതാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. കേസൊക്കെ കഴിയണം, ഒരു 5-6 കൊല്ലം കഴിയും. നാട്ടിലെത്തിയാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള പേടി ജയസൂര്യക്കുണ്ട്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസായതിനാൽ നാട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് ജയസൂര്യയുടെ തീരുമാനം. കേരളത്തിലോട്ട് പോകാന്ന് വെച്ചാ കേരള പോലീസ് നല്ല ഇടിയാരുമല്ലേ? പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാനിപ്പോ ഈ നിലയിലെത്തിയില്ലേ? ഇനി ഈ ഓപ്പറേഷൻ തീരണവരെ നമ്മുടെ ബേസ് ഇതായിരിക്കും.